ആന്ത്രോപോജനിക് ഇമ്പാക്റ്റ് ഓൺ എക്കോസിസ്റ്റംസ് എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പാഠഭാഗത്തിൽ വരുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ, പെസ്റ്റിസൈഡ്സ് എന്നിവയെ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് നോക്കാം ആക്സിഡൻറ്റ്സ് ഇൻവോൾവിംഗ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയോ ആക്റ്റീവുമായി ബന്ധപ്പെട്ട ആക്സിഡൻറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന നിലയങ്ങളിലോ അല്ലെങ്കിൽ ആണവ നിലയങ്ങളിലോ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, അത് ഏതൊക്കെ തരത്തിലുള്ളതാണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയവയാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന വിഭാഗത്തിൽ വരുന്നത്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ അടങ്ങിയ വേസ്റ്റുകളെയാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന പദാർത്ഥങ്ങൾ, ആൽഫ, ബീറ്റ, ഗാമ, എക്സ്റേ തുടങ്ങിയ റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്ന പദാർത്ഥങ്ങളാണ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഈസ് a result of many activities including nuclear medicine, nuclear research, nuclear power generation, rare earth mining and nuclear weapons reprocessing. ഇത്തരം ഘട്ടങ്ങളിലാണ് അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഉണ്ടാക്കപ്പെടുന്നത്. The collection, treatment and disposal of waste material that when improperly handled can cause substantial harm to human health and safety or to the environment. ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ന്യൂക്ലിയർ റിസർച്ചിലൂടെയോ ന്യൂക്ലിയർ പവർ ജനറേഷനിലൂടെയോ അല്ലെങ്കിൽ റെയർ എർത്ത് മൈനിങ് പ്രോസസ്സിലൂടെയോ ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഇംപ്രോപ്പറായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പരിസ്ഥിതിക്കും അത് കൈകാര്യം ചെയ്യുന്ന എൻവയോൺമെൻറ്റിനും വ്യക്തികൾക്കും റേഡിയേഷൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. The storage and disposal of radioactive waste is regulated by government agencies in order to protect human health and the environment. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അത് ഡിസ്പോസ് ചെയ്യുവാനായി പ്രത്യേക നിയമനിർമ്മാണവും പ്രത്യേക സംവിധാനവും അതത് രാജ്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വേസ്റ്റ് മെറ്റീരിയൽ അല്ല റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യാൻ, അത് ഡിസ്പോസ് ചെയ്യുവാൻ പ്രത്യേക ഏജൻസികൾ, ട്രെയിൻഡ് ആയിട്ടുള്ള ഏജൻസികളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. There are many industries like mining, defense, medicine, scientific research, nuclear power generation which produced products that nuclear radioactive waste. The radioactive waste can remain radioactive for a few months, years, or even hundreds of years, and the level of radioactivity can vary. ഇങ്ങനെ ഇൻഡസ്ട്രീസിൽ നിന്നോ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടോ സയൻറ്റിഫിക് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടാക്കപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ മാസങ്ങളോളോ വർഷങ്ങളോളോ അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷമോ എൻവയോൺമെൻറ്റിൽ നിലനിൽക്കാം. The radioactive waste is extremely toxic as it can remain radioactive for a long and can cause acute radiation sickness when it first come out of the reactor if you stood within a few meters of it while it was unshielded. ഇനി ഒരു റിയാക്ടറിൽ റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റേഡിയോ ആക്റ്റീവ് റിയാക്ടറിനെ സംബന്ധിച്ചിടത്തോളം അൺഷീൽഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ ഈ റിയാക്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന റേഡിയേഷൻ വളരെ ടോക്സിക് ആയിട്ട് അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ട് അത് വർക്ക് ചെയ്യുന്ന വർക്ക്മെന്റിനെ ബാധിക്കാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ നടത്തുന്ന അല്ലെങ്കിൽ റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളൊക്കെ തന്നെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഷീൽഡ് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് ഷീൽഡൊക്കെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കും ഇത്തരം സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ഇനി റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകളെ പ്രധാനമായിട്ടും 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് ലോ ലെവൽ വേസ്റ്റ് എന്നുള്ളതാണ്. ദ ലോ ലെവൽ വേസ്റ്റ് കണ്ടെയ്ൻസ് just 1% of radioactivity of all radioactive waste. റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ 1% റേഡിയോ ആക്ടിവിറ്റി അടങ്ങിയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയലിനെയാണ് ലോ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് അല്ലെങ്കിൽ ലോ ലെവൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ലോ ലെവൽ വേസ്റ്റ് is generated from hospitals and industry as well as the nuclear fuel cycle. ഇത് ഉണ്ടാക്കപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കുക. ഹോസ്പിറ്റലുകളും ഇൻഡസ്ട്രികളും അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിൾ, ന്യൂക്ലിയർ ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലും ഒക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ തന്നെയാണ് ലോ ലെവൽ വേസ്റ്റ് വിഭാഗത്തിൽ വരുന്നത്. അവിടെ 1% റേഡിയോ ആക്ടിവിറ്റി മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് പ്രത്യേകത. മെറ്റീരിയൽസ് ദാറ്റ് ഒറിജിനേറ്റ് ഫ്രം എനി റീജിയൻ ഓഫ് ആക്റ്റീവ് ഏരിയ ആർ കോമൺലി ഡെസിഗ്നേറ്റഡ് ആസ് ലോ ലെവൽ വേസ്റ്റ്. ഇങ്ങനെ ആക്റ്റീവായിട്ടുള്ള ഏരിയയിൽ, റേഡിയോ ആക്ടിവിറ്റി ആക്റ്റീവായിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ റേഡിയേഷൻ പ്ലാന്റുകളോ പവർ പ്ലാന്റുകളോ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെ ആണ് ലോ ലെവൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ലോ ലെവൽ വേസ്റ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഷാലോ ലാൻഡ് ബറിയൽ. 1% മാത്രം റേഡിയോ ആക്ടിവിറ്റി ഉണ്ടായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് തന്നെ മണ്ണിട്ട് അല്ലെങ്കിൽ ഷാലോ ലാൻഡിൽ ബറി ചെയ്ത്, അതായത് ഡംപിങ്, അതായത് സോയിലിനകത്ത് ഡംപ് ചെയ്ത് നമ്മളതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ഏൽക്കാതെ ഡംപ് ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത് അല്ലെങ്കിൽ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. രണ്ടാമത്തത് ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ്, ILW. Intermediate level waste contains high amount of radioactivity than low level and less than high level. അതായത് ഇന്റർമീഡിയറ്റ് ആണ്, ഇൻ ബിറ്റ്വീൻ ലോ ആൻഡ് ഹൈ, ഉയർന്നതും താഴ്ന്നതിനും ഇടയിലുള്ള റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റുകളെയാണ് ലോ ലെവൽ വേസ്റ്റ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് വേസ്റ്റ് ടിപ്പിക്കലി റിക്വയർസ് ഷീൽഡിംഗ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ് ആൻഡ് എൻഡറിങ് സ്റ്റോറേജ്. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ ഷീൽഡിംഗ്, അതായത് ശരീരത്തിലേക്ക് ദിരിക്കാൻ തക്ക വിധത്തിൽ പ്രൊട്ടക്റ്റീവ് കവചങ്ങൾ അല്ലെങ്കിൽ കവചങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കോട്ട് അല്ലെങ്കിൽ ഇത് സൂക്ഷിക്കുന്നത് പ്രത്യേകം കണ്ടെയ്നറിനകത്ത് വേണം ഇത് കൊണ്ടുപോയി കൈകാര്യം ചെയ്യാൻ. ദിസ് ടൈപ്പ് ഓഫ് വേസ്റ്റ് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് refurbishment waste, ion exchange resins, chemical sludges and metal fuel cladding. പ്രധാനമായിട്ടും ഈ വേസ്റ്റിനകത്ത് വരുന്നത് റീഫർബിഷ്മെന്റ് വേസ്റ്റുകളാണ്. അതുപോലെ അയൺ എക്സ്ചേഞ്ച് റെസിൻസുകൾ, കെമിക്കൽ സ്ലഡ്ജസ്, മെറ്റൽ ഫ്യൂവൽ ക്ലാഡിംഗ്, അതായത് ഇത്തരം റേഡിയോ ആക്ടിവിറ്റി പരീക്ഷണങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് പവർ പ്ലാന്റിന് അല്ലെങ്കിൽ പവർ പ്ലാന്റിലെ അറ്റോമിക് പവർ പ്ലാന്റിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ഷീൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫ്യൂവൽ കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് തുടങ്ങിയ ഇതിൻ്റെ ഒരു പവർ പ്ലാന്റിനെയോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റെ ഘടകങ്ങൾ വേർതിരിച്ചെടുക്കുമ്പോഴും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് ഇന്റർമീഡിയറ്റ് വേസ്റ്റ് വിഭാഗത്തിൽ വരുന്നത്. The intermediate level waste contains 4% of all the radioactivity. ലോ ലെവലിൽ 1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 4% റേഡിയോ ആക്ടിവിറ്റി അടങ്ങിയതായിരിക്കും ഇന്റർമീഡിയറ്റ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് ദാറ്റ് റിക്വയർസ് ലോങ് ടേം മാനേജ്മെന്റ് ആർ ട്രാൻസ്ഫേർഡ് ടു ഓതറൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഓപ്പറേറ്റർ. അതുകൊണ്ട് തന്നെ 1% റേഡിയോ ആക്ടിവിറ്റി അടങ്ങിയ പദാർത്ഥങ്ങളെ നമുക്ക് മണ്ണിലിട്ട് മൂടാം. പക്ഷേ ഇന്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം മാനേജ്മെന്റ് ആണ്, അതായത് ദീർഘനാളത്തേക്ക് അതിൻ്റെ റേഡിയോ ആക്ടിവിറ്റി നശിക്കുന്നത് വരെ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇവിടെ
അവലംബിക്കുന്നത്. അതിന് പ്രത്യേകം ഓപ്പറേറ്റർ മാനേജർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഓപ്പറേറ്ററുകളെ അത് മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതായത് സംവിധാനങ്ങളുണ്ട്. അവർ വഴിയാണ് അത് കൈകാര്യം ചെയ്യുക. ഡിസ്പോസൽ ഓഫ് ഇൻ്റർമീഡിയറ്റ് വേസ്റ്റ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻ്റർമീഡിയറ്റ് ലെവൽ റേഡിയോആക്റ്റീവ് വേസ്റ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഓഫ് ഇൻ ഫെസിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതായത് ഇൻ്റർമീഡിയറ്റ് വേസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ്, ലിക്വിഡ് ആണെങ്കിലോ സോളിഡ് ആയിട്ടുള്ളതാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ അയൺ അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങളാണെന്നുണ്ടെങ്കിലോ അതിൻ്റെ രീതി അനുസരിച്ച് കാറ്റഗറി അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡിസ്പോസൽ തീരുമാനിക്കുന്നത്. ഡിസ്പോസൽ കുഡ് ബി emplacement in a facility constructed in caves, walls or soils at least a few tons of meters below the ground level and up to few hundred meters below ground level. അപ്പോൾ ഇവിടെ നോക്കുക, വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വേസ്റ്റുകളാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ. മണ്ണിൽ കുഴിച്ചിടുന്ന രീതിയാണ് എപ്പോഴും, അല്ലെങ്കിൽ കടലിൽ കുഴിച്ചിടുന്ന രീതിയാണ് എപ്പോഴും റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസലിനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കുന്നത്. അതായത് ആഴത്തിൽ മണ്ണിൽ മീറ്റർ കണക്കിന്, അതായത് 10, 20, 30, 40, 50 മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററോളം കുഴിച്ചതിന് ശേഷം അവിടെ കോൺക്രീറ്റ് പാളിക്കുള്ളിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് അതിന് ചുറ്റും കോൺക്രീറ്റ് കവചം തീർത്തതിന് ശേഷം മണ്ണിട്ട് മൂടിയാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. മൂന്നാമത്തത് ഹൈ ലെവൽ വേസ്റ്റ്. HLW ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. പ്രധാനമായിട്ടും ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളാണ്, ഹൈ റേഡിയോ ആക്ടിവിറ്റി ഉള്ള വേസ്റ്റുകളാണ് HLW വിഭാഗത്തിൽ വരുന്നത്. HLW പ്രൊവൈഡ്സ് വേൾഡ് വൈഡ് ഈസ് കറൻ്റ്ലി ഇൻക്രീസിംഗ് ബൈ അബൌട്ട് 12,000 മെട്രിക് ടൺസ് എവറി ഇയർ. 12,000 മെട്രിക് ടണ്ണാണ് ഓരോ വർഷവും ഹൈ ലെവൽ വേസ്റ്റ് ലോകവ്യാപകമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇൻ 2010 there was very roughly estimated to be stored some 250,000 tons of nuclear HLW. 2010 കണക്ക്, റഫായിട്ടുള്ള കണക്കനുസരിച്ചിട്ട് 250,000 ടൺ ഹൈ ലെവൽ വേസ്റ്റ് ആണ് ലോകത്തിൽ ഉൽപ്പാദിപ്പിച്ചത്. That the main proposed long-term solution is deep geological burial, either in a mine or deep borehole. ഇതിൻ്റെ പ്രതിവിധി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഭൂമിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് ഭൂമിക്ക് വെളിയിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കടലിലോ വളരെ ആഴത്തിൽ ഭൂമിയിൽ ബോർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹോളുകൾ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് ഇത് കോൺക്രീറ്റ് പാളികൾക്കുള്ളിലായിട്ട് ബറി ചെയ്യുക, അല്ലെങ്കിൽ മൈനുകളിലൊക്കെ ഇത് കോൺക്രീറ്റ് പാളികൾക്കുള്ളിലാക്കി ബറി ചെയ്യുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുകയാണ് ഹൈ ലെവൽ വേസ്റ്റും ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗത്ത് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ ലെവൽ, ലോ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ എന്നീ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് 4 മാർക്ക് ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസലുമായിട്ട് ബന്ധപ്പെട്ട് ഹൈ ലെവൽ, ലോ ലെവൽ, ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയവ 4 മാർക്ക് ചോദ്യം ചോദിക്കാം. അടുത്തത് ഡിസ്പോസൽ ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡിൻ്റെ ഡിസ്പോസൽ അല്ലെങ്കിൽ പെസ്റ്റിസൈഡുകൾ എന്താണ്, അത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. പെസ്റ്റിസൈഡ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ആർ മെയിൻ ടു കൺട്രോൾ പെസ്റ്റ്. പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെയാണ് പെസ്റ്റിസൈഡുകൾ എന്ന് പറയുക. ദേ ആർ ഹെർബിസൈഡ്, ഇൻസെക്ടിസൈഡ്, നിമാറ്റിസൈഡ്, മൊളസിസൈഡ്, പിസിസൈഡ്, ഏവിസൈഡ്, റോഡന്റിസൈഡ്, ബാക്ടീരിയസൈഡ്, ഇൻസെക്ട് റിപ്പലന്റ്, ആനിമൽ റിപ്പലന്റ്, ആൻറ്റി മൈക്രോബിയൽ ആൻഡ് ഫംഗിസൈഡ്. ഇങ്ങനെ വളരെ വലിയ ഒരു വിഭാഗത്തിൽ വരുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനാണ്, അല്ലെങ്കിൽ ഇൻസെക്ട്സുകളെയും ബാക്ടീരിയയെയും മൊളസ്കിനെയും നിമറ്റോഡ്സിനെയും റോഡൻസിനെയും ഫംഗസിനെയൊക്കെ തുരത്താനായിട്ട് അല്ലെങ്കിൽ ഇവയുടെ സാന്നിധ്യം ഒഴിവാക്കാനായിട്ട് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇനി പെസ്റ്റിസൈഡ്സിൻ്റെ ഐഡിയലായിട്ടുള്ള നല്ല അല്ലെങ്കിൽ എന്താണ് ഒരു പെസ്റ്റിസൈഡ് എന്ന് ചോദിച്ചാൽ ഇറ്റ് വുഡ് അഫക്റ്റ് ഓൺലി ദ ടാർഗറ്റ് ഓർഗാനിസം. ഒരു പർട്ടിക്കുലർ പെസ്റ്റിസൈഡ് ഒരു ഫംഗിസൈഡ് ആണെങ്കിൽ ഫംഗസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒഴിവാക്കാൻ പാടുള്ളൂ. അങ്ങനെ ടാർഗറ്റ് ഓർഗാനിസത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ അതിലേക്ക് മാത്രം പ്രവർത്തിക്കുന്നതായിരിക്കണം ഒരു പെസ്റ്റിസൈഡ്. ഇറ്റ് വുഡ് ബി ഇൻഎക്സ്പെൻസീവ്, ഒരുപാട് വില ഉള്ളതായിരിക്കാൻ പാടില്ല. ഇറ്റ് വുഡ് ഹാവ് ഷോർട്ട് ഹാഫ് ലൈഫ്. അതുകൊണ്ട് തന്നെ ഉപയോഗിച്ച് അതിൻ്റെ എന്താണോ ആ ഒരു പെസ്റ്റിസൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ ഇല്ലാതായിപ്പോ അല്ലെങ്കിൽ നശിച്ചു പോകുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഫംഗിസൈഡിനെയോ അല്ലെങ്കിൽ ഒരു മൊളസിസൈഡ് ഒക്കെ ആണെങ്കിൽ മുളസിനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുളസ്ക്ക് ചത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഫിഡ് ആണെങ്കിൽ ഏഫിഡ് ചത്തു കഴിഞ്ഞാൽ ആ പെസ്റ്റിസൈഡും വളരെ പെട്ടെന്ന് തന്നെ എൻവയോൺമെന്റിൽ നിന്നും റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന അല്ലെങ്കിൽ ഹാഫ് ലൈഫ് കുറഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ ഷോർട്ട് ലൈഫ് കുറഞ്ഞതായിരിക്കണം പെസ്റ്റിസൈഡുകൾ. ഇറ്റ് വുഡ് ഡീകമ്പോസ് ഇൻ ടു ഹാംലെസ് മെറ്റീരിയൽസ് ആഫ്റ്റർ ഹാഫ് ലൈഫ്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡുകൾ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ ഹാംലെസ് ആയിട്ടുള്ള പദാർത്ഥങ്ങളായിട്ട്, അതായത് പ്രകൃതിക്ക് ദോഷം വരാത്ത പദാർത്ഥങ്ങളായി വിഘടിച്ചു പോകുന്ന തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകളായിരിക്കണം പെസ്റ്റിസൈഡുകൾ എന്ന് പറയുന്നത്. അപ്പം ഇത് പെസ്റ്റിസൈഡിനെ കുറിച്ചുള്ള ഐഡിയലായിട്ട് അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡിന് ഉണ്ടാകേണ്ടുന്ന സ്വഭാവങ്ങൾ എന്താണ് എന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതിനെഴുതേണ്ടുന്ന ഉത്തരമാണ് ഇത്. ഇനി പെസ്റ്റിസൈഡുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ബയോമാഗ്നിഫിക്കേഷൻ. 2 മാർക്ക് ചോദ്യം ചോദിക്കുന്നതാണ് ബയോമാഗ്നിഫിക്കേഷൻ എന്നത്. ബയോമാഗ്നിഫിക്കേഷൻ റെഫേഴ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ഇൻ ദ ഫുഡ് ചെയിൻ. അക്യുമുലേഷൻ ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ്, അതായത് നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ ചുറ്റുപാടും ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകൾ, ഫംഗിസൈഡുകൾ അല്ലെങ്കിൽ ബാക്ടീരിയസൈഡുകൾ തുടങ്ങിയ വിഭാഗത്തിൽ വരുന്ന പദാർത്ഥങ്ങൾ എൻവയോൺമെന്റിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ കലരുകയും അത് ഫുഡ് ചെയിനിലൂടെ, ഭക്ഷ്യ ശൃംഖലയിലൂടെ ജീവജാലങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യും. അങ്ങനെ എത്തിപ്പെടുന്നതിനെയാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ബയോ മീൻസ് ജീവനുള്ളത്, അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അപ്പോൾ ജീവജാലങ്ങളിൽ പെസ്റ്റിസൈഡുകൾ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നതിനെയാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. The toxic chemicals that are released into the environment are absorbed by lower organisms such as plants, earthworms, etc. These chemicals are then transferred to different trophic levels when lower organisms are eaten by other organisms. ഇവിടെ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ തിന്നുകയും തിന്നപ്പെടുകയും ചെയ്യുക വഴി ഒരു ജീവിയിൽ അടങ്ങിയിരിക്കുന്ന ഊർജം അടുത്ത ജീവിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ശൃംഖലയാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഇപ്പം പ്ലാന്റ് തിന്നുന്നത് ഹെർബിവോഴ്സിനെ തിന്നുന്നത് കാർണിവോഴ്സ്, അങ്ങനെ ഓരോ ട്രോപ്പിക് ലെവലിലും ഓരോ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ പെസ്റ്റിസൈഡുകളായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡുകൾ പ്ലാന്റ്സ് അക്യുമുലേറ്റ് അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുകയും പ്ലാന്റ് അതിൻ്റെ ശരീരത്തിൽ സൂക്ഷിക്കുകയും പ്ലാന്റിനെ തിന്നുന്ന ഹെർബിവോറിൽ അത് എത്തുകയും ഹെർബിവോറിൽ നിന്നും ഒമ്നിവോറിലേക്കോ കാർണിവോഴ്സിലേക്കോ ഒക്കെ ഇങ്ങനെ ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പ്രകൃതിയിൽ അല്ലെങ്കിൽ എക്കോസിസ്റ്റത്തിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പെസ്റ്റിസൈഡുകൾ അല്ലെങ്കിൽ കെമിക്കലുകൾ അക്യുമുലേറ്റ് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന പ്രക്രിയയ്ക്കാണ് ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻവയോൺമെന്റിൽ നിന്നും പ്ലാങ്ക്ടൺസിൽ നിന്നും ആൽഗയിൽ നിന്നും പിന്നീട് ചെറിയ ഫിഷസിൽ നിന്നും വലിയ ഫിഷസിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ അക്യുമുലേഷൻ കടന്നു പോകുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. The pesticides and chemicals such as DDT and mercury released into the lakes and rivers are ingested by aquatic organisms. കരയിലാണെന്നുണ്ടെങ്കിൽ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു, നേരെ തിരിച്ച് ജലത്തിലാണെന്നുണ്ടെങ്കിൽ DDT, മെർക്കുറി പോലെയുള്ള പദാർത്ഥങ്ങൾ അക്വാറ്റിക് ഓർഗാനിസംസ് അബ്സോർവ് ചെയ്യുന്നു. These get accumulated in their body tissue and are transferred to other organisms that feed on them. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാങ്ക്ടൺസിൽ ഇത് അബ്സോർവ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അക്വാറ്റിക് പ്ലാന്റിൽ നിന്നും ഫൈറ്റോ പ്ലാങ്ക്ടണിൽ നിന്നും സൂപ്ലാങ്ക്ടണിൽ നിന്നും
ഇൻവെർട്ടിബ്രേറ്റ്സിൽ നിന്നും വെർട്ടിബ്രേറ്റ്സ്, അതായത് ഫിഷസിൽ നിന്നും ഫിഷസിനെ ഈറ്റ് ചെയ്യപ്പെടുന്ന സ്വാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ജീവജാലം, ബേർഡ്സ് പോലെയുള്ള ജീവജാലങ്ങളിലേക്ക് എത്തിപ്പെടുക തന്നെ ചെയ്യും. സിൻസ് ദ പെസ്റ്റിസൈഡ്സ് ആർ industrially processed, they contain traces of heavy metals such as lead, arsenic, cadmium, etc. പെസ്റ്റിസൈഡിൽ കെമിക്കൽസിനോടൊപ്പം അടങ്ങിയിട്ടുള്ള മറ്റു പദാർത്ഥങ്ങളാണ് ലെഡ്, ആഴ്സനിക്, കാഡ്മിയം തുടങ്ങിയ, അതൊക്കെ ഹെവി മെറ്റൽ വിഭാഗത്തിൽ വരുന്നതാണ്. ദീസ് മെറ്റൽസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ദ ബോഡീസ് ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ആൻഡ് ആർ ബിലീവ്ഡ് ടു ഹാവ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദം. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതും എന്നാൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നതുമായിട്ടുള്ള ലെഡ്, കാഡ്മിയം, ആഴ്സനിക് പോലെയുള്ള പദാർത്ഥങ്ങളും പെസ്റ്റിസൈഡിന്റെ ഉപയോഗം മൂലം എൻവയോൺമെന്റിൽ എത്തുകയും അത് ബയോ അക്യുമുലേഷൻ വഴി ഏറ്റവും ഹയർ ട്രോപ്പിക് ലെവലിലുള്ള ഹ്യൂമൻ ബീയിങ്സിൽ അല്ലെങ്കിൽ നമ്മളിൽ എത്തിച്ചേരുകയും അതിൻ്റെ എഫക്റ്റ്, ശരിയായിട്ടുള്ള എഫക്റ്റ്, അതായത് എല്ലാ ജീവികളെയും, ഹെർബിവോറും അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റിൽ നിന്നും ഭക്ഷിക്കാൻ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള എല്ലാം കഴിക്കുന്ന ജീവിവർഗമാണ് മനുഷ്യൻ. ട്രോപ്പിക് ലെവലിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബയോ അക്യുമുലേഷൻ നടക്കുന്നതും മനുഷ്യനിലായിരിക്കും, അല്ല എല്ലായിടത്തു നിന്നും നമുക്ക് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ബയോ അക്യുമുലേഷൻ്റെ ടോക്സിക് എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഹ്യൂമൻ ബീയിങ്സിലായിരിക്കും. ഇനി പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂഷൻസ്. എന്താണ് പെർസിസ്റ്റന്റ്? പെർസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നശിക്കാതെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുക എന്നതാണ് ആ വാക്കിന്റെ അർത്ഥം. പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഓർ POPs, sometimes known as forever chemicals, are organic compounds that are resistant to environmental degradation through chemical, biological and photolytic process. അതായത് പെർസിസ്റ്റന്റ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ പെസ്റ്റിസൈഡായിട്ടോ ഫംഗിസൈഡായിട്ടോ അല്ലെങ്കിൽ കീടാണുക്കളെ നശിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടും ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ ബയോളജിക്കലായിട്ടോ കെമിക്കലായിട്ടോ ഫോട്ടോലൈറ്റിക് പ്രോസസ്സിലൂടെയോ നശിക്കാതെ എൻവയോൺമെന്റിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ തന്നെ കാണപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇതിനെ ഫോർ എവർ കെമിക്കൽസ് എന്ന് പറയും. അതായത് എല്ലാ കാലവും ഉള്ളത് എന്നതാണ് ഫോർ എവർ ഓർഗാനിക് കെമിക്കൽസ് എന്ന് പറയുന്നത്. അതായത് വൺസ് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതിയിൽ നശിക്കാതെ അങ്ങനെ തന്നെ നിലനിൽക്കും. ബിക്കോസ് ഓഫ് ദെയർ പെർസിസ്റ്റൻസ്, POPs bioaccumulate with a potential adverse impact on human health and environment. എന്നാൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നശിക്കാത്ത കെമിക്കൽ ആയതുകൊണ്ട് തന്നെ ഇത് ബയോ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ ഇക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. 2 മാർക്ക് ചോദ്യം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്നത്. ഇനി നമുക്ക് ഓരോ പെസ്റ്റിസൈഡിലേക്കും വരാം. ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നതും വളരെ ലോകവ്യാപകമായി ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പെസ്റ്റിസൈഡാണ് DDT. ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈത്തൈൻ എന്നാണ് DDTയുടെ പൂർണ്ണരൂപം. ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് വിത്ത് ദ ഫോർമുല C14H9Cl5. Under standard conditions for temperature and pressure, this chemical compound exists as a colorless and tasteless crystalline solid. ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും ക്രിസ്റ്റലൈൻ സോളിഡായിട്ട് അല്ലെങ്കിൽ കളറില്ലാത്ത ക്രിസ്റ്റലൈൻ സോളിഡായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ബിറ്റ്വീൻ ദ 1950s and 1980s, DDT was widely used in the agricultural industry as an insecticide. 1950 മുതൽ 80 കാലഘട്ടം വരെ ലോകത്ത് പ്രത്യേകിച്ചും ഹരിത വിപ്ലവം നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ, അതായത് പട്ടിണി മൂലം ലോകത്ത് ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന സമയത്ത് മെക്സിക്കോയിൽ നിന്ന് ആരംഭിച്ച ഹരിത വിപ്ലവം അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ ലോകത്തെല്ലായിടത്തും സംഭവിച്ചപ്പോൾ അതിനോടൊപ്പം ഉപയോഗിക്കപ്പെട്ട ഒരു പെസ്റ്റിസൈഡാണ് DDT എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് DDT കൺട്രോൾ ഡിസീസ് ലൈക്ക് ടൈഫസ്
and malaria was not uncommon in the early 1940s. അതുപോലെ തന്നെ മലേറിയയും ടൈഫസ് ഡിസീസിനെതിരായിട്ടൊക്കെ DDT അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് 1940 കാലഘട്ടത്തിൽ. Widely used in World War II to fight against malaria and typhus in troops. In 1955, the World Health Organization relied on DDT to eradicate മലേറിയ വേൾഡ് വൈഡ്. 1955 വേൾഡ് വാറിൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സോൾജിയേഴ്സിനും അല്ലെങ്കിൽ യുദ്ധസമയത്ത് മലേറിയ വളരെ വ്യാപകമായി പിടിപെട്ടപ്പോൾ അതിനെ തുരത്താനായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് DDT ലോകത്തെല്ലായിടത്തും അല്ലെങ്കിൽ യുദ്ധ സാഹചര്യങ്ങളിൽ വളരെ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്രം 1950 to 1980 it was heavily used as a pesticide in agriculture. Then health hazards associated with DDT. ഇപ്പം DDT നമ്മൾ 1940 മുതൽ ഉപയോഗിച്ചിരുന്ന വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന അസുഖങ്ങൾക്കെതിരെയും അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. അതിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. DDT is also known to act as endocrine disruptor. Therefore, exposure to this compound can result in interference with the endocrine system. DDT ഒരു എൻഡോക്രൈൻ ഡിസ്റപ്റ്ററാണ്. എൻഡോക്രൈൻ ഡിസപ്റ്റർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻഡോക്രൈൻ സിസ്റ്റത്തെ ഡിസ്റപ്റ്റ് ചെയ്യുക, അതായത് അതിൻ്റെ പ്രവർത്തനത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തടസ്സപ്പെടുത്തുക. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് 2 സിസ്റ്റമാണ്. ഒന്ന് നെർവസ് സിസ്റ്റവും രണ്ടാമത്തത് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം വളരെ സ്ലോ ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് നമ്മുടെ ശരീരം നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ ഹോർമോൺ ബേസ്ഡ് ആയിട്ടുള്ള ശരീര പ്രവർത്തന നിയന്ത്രണത്തിൽ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനം, നമ്മുടെ വളർച്ച അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ, മെറ്റബോളിക് പ്രോസസ്സ് തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീര പ്രവർത്തനങ്ങളെ, വളർച്ച ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന വളരെ മാരകമായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണ് DDT എന്ന് പറയുന്നത്. ദിസ് കോമ്പൗണ്ട് ഈസ് ഓൾസോ സസ്പെക്റ്റഡ് ടു ബി കാർസിനോജൻ ടു ഹ്യൂമൻ ബീങ്സ്. അതുപോലെ തന്നെ ഇതൊരു കാർസിനോജനാണ്. കാർസിനോജൻ എന്നാൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളെയാണ് കാർസിനോജനുകൾ എന്ന് പറയുക. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ റേഡിയേഷൻ ഒരു ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥമാണ്. പെസ്റ്റിസൈഡുകൾ ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ്. അപ്പോൾ ക്യാൻസർ ഉണ്ടാക്കുന്ന വിഭാഗത്തിലാണ് DDT ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൗവർ ഇറ്റ് ക്യാൻ ബി നോട്ടഡ് ദാറ്റ് മെനി സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് ദിസ് കോമ്പൗണ്ട് നോട്ട് ജീനോടോക്സിക്. പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ജീനോടോക്സിക് അല്ലെന്നുള്ളതാണ്. അതായത് ജനിതകപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീനുകൾക്ക് വളരെ പെട്ടെന്ന് തകരാറുണ്ടാക്കുന്ന പദാർത്ഥങ്ങളല്ല DDT എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. It can also be noted that DDT is classified as moderately toxic substance. Indirect exposure to this chemical compound is believed to be non-toxic to humans. നേരിട്ട് നമ്മുടെ ശരീരത്തിൽ എത്താനിടയില്ലെങ്കിൽ അത്രത്തോളം ടോക്സിക് അല്ല. DDT is also believed to interfere with the regular thyroid function in pregnant women. DDTയുടെ ഏറ്റവും മാരകമായിട്ടുള്ള ഇമ്പാക്റ്റുകളിലേക്കാണ് വരുന്നത്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ തൈറോക്സിൻ ഉൾപ്പെടെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തെ പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ DDT ബാധിക്കാറുണ്ട്. ദിസ് കോമ്പൗണ്ട് ഹാസ് ആൾസോ ബി ലിങ്ക് ടു എ ഹയർ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ഓട്ടിസം ഇൻ ചിൽഡ്രൻ. അതുകൊണ്ട് തന്നെ DDTയുടെ സാന്നിധ്യം, പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമണിൽ DDTയുടെ സാന്നിധ്യം ജനിക്കുന്ന കുഞ്ഞിന് ഓട്ടിസം പോലെയുള്ള രോഗാവസ്ഥ അല്ലെങ്കിൽ കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത DDT ഉണ്ടാക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇറ്റ് ക്യാൻ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് DDT ഈസ് ക്ലാസിഫൈഡ് ആസ് എ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ്. അതുപോലെ തന്നെ പ്രകൃതിയിൽ വൺസ് നമ്മൾ അല്ലെങ്കിൽ ഒരിക്കൽ ഉപയോഗിച്ചാൽ ഭൂമിയിൽ നിന്നും ഏതൊക്കെ ഒരു തരത്തിലുള്ള റിയാക്ഷൻ വഴിയും അല്ലെങ്കിൽ ജീവികൾ ഓർഗാനിക് ആയിട്ടുള്ളതോ ഇനോർഗാനിക് ആയിട്ടുള്ളതോ കെമിക്കൽ ആയിട്ടുള്ളതോ
ലൈറ്റിൻ്റെതായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലിലൂടെയും നശിച്ചു പോകാതെ പ്രകൃതിയിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ് DDT എന്ന് പറയുന്നത്. This compound can penetrate soils and remain there for up to 30 years. മണ്ണിൽ ഇത് കടന്നു കഴിഞ്ഞാൽ 30 വർഷം വരെ മണ്ണിൽ അതുപോലെ നിലനിൽക്കാൻ, ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കാൻ DDTക്ക് കഴിയും. അടുത്തത് എൻഡോസൾഫാൻ. Endosulfan is an organochlorine insecticide which was first introduced in 1950s and is commonly known as its trade name Thiodan. Thiodan എന്ന പേരിൽ അറിയപ്പെടുന്ന ഓർഗനോക്ലോറിൻ ഇൻസെക്ടിസൈഡ് ആണ് എൻഡോസൾഫാൻ. 1950 കാലഘട്ടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ കശുവണ്ടി മേഖലയിലാണ് ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. Use of endosulfan sprayed on crops like cotton, cashew, fruits, tea, paddy, tobacco, etc. for control of pests such as white flies, aphids, beetles, worms, etc. ഇത് വളരെ വ്യാപകമാണ്. കേരളത്തിൽ കാഷ്യൂ കോർപ്പറേഷൻ്റെ കാസർഗോഡുള്ള സ്ഥലങ്ങളിലാണ് ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ തൊട്ട് അടുത്തുള്ള സ്ഥലങ്ങൾ, കേരളത്തിൽ തന്നെ കോട്ടൺ നമുക്ക് അത്രത്തോളം ഇല്ല. പക്ഷേ ഫ്രൂട്ട്സ്, ടീ അത് പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ടതാണ്. തേയിലയിൽ വളരെ വ്യാപകമായിട്ട് തേയില ചെടിയിൽ എൻഡോസൾഫാൻ ഉപയോഗിക്കാറുണ്ട്. പാഡിയിൽ പല സ്ഥലത്തും നെൽകൃഷിക്ക് ഉപയോഗിക്കാറുണ്ട്. ട്യൂബാക്കോ തുടങ്ങിയ കൃഷി ഇടങ്ങളിൽ ഉണ്ടാകുന്ന വൈറ്റ് ഫ്ലൈസ്, ഏഫിഡ് പോലെയുള്ള ജീവികൾക്ക് അല്ലെങ്കിൽ അതിനെ തുരത്താനായിട്ടാണ് എൻഡോസൾഫാൻ ഉപയോഗിക്കുക. ഇമ്പാക്റ്റ് ഓൺ എൻഡോസൾഫാൻ. ഇനി എൻഡോസൾഫാൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻവയോൺമെന്റിൽ എൻഡോസൾഫാൻ ഈസ് ഇൻ ദ എൻവയോൺമെന്റ് ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ഇൻ ഫുഡ് ചെയിൻസ് ലീഡിങ് ടു ഹയർ ഡോസ് ഓഫ് കോസിങ് പ്രോബ്ലംസ്. ഇത് ഫുഡ് ചെയിനിലൂടെ, ഫുഡ് വെബിലൂടെ ബയോ അക്യുമുലേഷൻ ഉണ്ടാക്കുന്ന ഒരു പെസ്റ്റിസൈഡാണ്. ഇഫ് എൻഡോസൾഫാൻ ഈസ് റിലീസ്ഡ് ഇൻ ടു വാട്ടർ, it expected to absorb to the sediment and may bioconcentrate in aquatic organisms. ഇനി വെള്ളത്തിൽ ഇത് കലരാനിടയായാൽ വെള്ളത്തിൽ സെഡിമെന്റിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുകയും അതുവഴി അക്വാട്ടിക് ഫുഡ് വെബിലൂടെ ബയോ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് നമുക്ക് നോക്കാം. ദ എൻഡോസൾഫാൻ injection result in diseases ranging from physical deformities, cancer, birth disorders and damage to the brain and the nervous system. നമുക്ക് കേരളത്തിൽ എൻഡോസൾഫാൻ്റെ ഏറ്റവും കൂടുതൽ ഇരകളുള്ളത് എൻഡോസൾഫാൻ വ്യാപകമായിട്ട് ഉപയോഗിച്ച കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ ഉപയോഗിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ 10-20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവിടുത്തെ ജനങ്ങൾ വളരെ വ്യാപകമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിക്കൽ ഡിഫോർമാറ്റീസ്. ചിത്രങ്ങൾ, ഞാനത് കൂടുതൽ ചിത്രങ്ങൾ കൊടുക്കാത്തതാണ്, കാരണം വളരെ വിഷമിപ്പിക്കുന്ന, നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചിത്രങ്ങളാണ് കേരളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ തന്നെ. ഫിസിക്കലായിട്ടുള്ള ഡിഫോർമാലിറ്റീസ് ഉണ്ടാക്കപ്പെടുന്നു. ക്യാൻസർ, ബർത്ത് ഡിസോർഡർ, ജന്മനാ തന്നെ പ്രശ്നങ്ങൾ, ഡാമേജ് ടു ദ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം, ഇങ്ങനെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡാണ് എൻഡോസൾഫാൻ എന്ന് പറയുന്നത്. Ban of endosulfan. The Supreme Court in India has banned the manufacture, sale, use and export of endosulfan throughout the country, citing its harmful health effect in 2015. 2015 എൻഡോസൾഫാനിൻ്റെ മാരകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഗവൺമെൻറ് അല്ലെങ്കിൽ കോടതിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനും പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഫ്യൂരിഡാൻ ഓർ കാർബോഫ്യൂരാൻ. കാർബോഫ്യൂരാൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ടോക്സിക് കാർബമേറ്റ് പെസ്റ്റിസൈഡ്. ഇറ്റ് ഈസ് മാർക്കറ്റഡ് അണ്ടർ ദ ട്രേഡ് നെയിം ഫ്യൂരിഡാൻ. വളരെ മാരകമായിട്ടുള്ള ഒരു കാർബമേറ്റ് പെസ്റ്റിസൈഡാണ് ഫ്യൂരിഡാൻ അല്ലെങ്കിൽ കാർബോഫ്യൂരാൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ഇൻസെക്ട്സ് ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് ഫീൽഡ് ക്രോപ്സ് ഇൻക്ലൂഡിംഗ് പൊട്ടറ്റോസ്, കോൺ, സോയാബീൻസ് എക്സെട്ര. ഇന്ത്യയിൽ വളരെ വ്യാപകമായിട്ട് കൃഷിയിടങ്ങളിൽ
ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു വിഷമാണ് ഫ്യൂരിഡാൻ എന്ന് പറയുന്നത്. കേരളത്തിൽ വാഴകൃഷിക്ക്, തെങ്ങിന് ഇത് ഉപയോഗിക്കാത്ത, അതായത് പയറ് ചെടിക്ക്, അങ്ങനെ പാവൽ തുടങ്ങിയ എല്ലാ കൃഷിയിടങ്ങളിലും ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു സിസ്റ്റമിക് ഇൻസെക്ടിസൈഡാണ്. സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് which means that the plant absorbs it through the roots and from there the plant distributes it throughout its organs where insecticidal concentration are attained. ഇതാണ് ഈ പെസ്റ്റിസൈഡിൻ്റെ ഏറ്റവും മാരകമായ പ്രശ്നം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പെർസിസ്റ്റന്റ് സിസ്റ്റമിക് ഇൻസെക്ടിസൈഡ്. അതായത് ഇത് നമ്മൾ മണ്ണിൽ ഒരു ചെടി, ഇപ്പം വാഴയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ചേമ്പോ ചേനയോ അല്ലെങ്കിൽ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന കോട്ടൺ പോലെയുള്ള പദാർത്ഥങ്ങളിലാണ്, അല്ലെങ്കിൽ കോട്ടനോ സോയാബീൻ പോലെയുള്ള ചെടികൾക്കാണെങ്കിലും ഇത് മണ്ണിലാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ചെടി നടുന്നതോടൊപ്പം ഉപയോഗിക്കുന്നു. ഇത് ചെടി അതിൻ്റെ വേരിലൂടെ വലിച്ചെടുത്ത് ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. അതായത് സിസ്റ്റത്തിൽ മൊത്തത്തിൽ എത്തിക്കുക അല്ലെങ്കിൽ എത്തിപ്പെടുന്ന ഒരു പോയിസണാണ് ഫ്യൂരിഡാൻ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും വ്യാപകമായിട്ട് ഏത്തക്കുല അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാഴ കന്ന് നമ്മൾ നടുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു കൈ വെള്ളയിൽ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഫ്യൂരിഡാനാണ് അവിടെ ഉപയോഗിക്കുക. അപ്പം ഇത് നോക്കാം, ഈ കയ്യിൽ വരുന്ന അത്രയും ഫ്യൂരിഡാൻ ഒരു വാഴക്കന്നിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഫ്യൂരിഡാൻ വാഴച്ചെടി വലിച്ചെടുത്ത് വാഴച്ചെടിയുടെ ഇല ഉൾപ്പെടെ അതിൻ്റെ കായ അല്ലെങ്കിൽ കൂമ്പ് വന്ന് കാ വരുന്ന സമയത്ത് ആ കായൽ ഉൾപ്പെടെ എല്ലായിടത്തും എത്തിച്ചേരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സിസ്റ്റത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പോയിസണാണ് സിസ്റ്റമിക് പോയിസൺ. അങ്ങനെ ഉള്ള ഒരു വാഴപ്പഴം നമ്മൾ കഴിച്ചാൽ ആ വാഴപ്പഴത്തിലൂടെ നമുക്ക് ഫ്യൂരിഡാൻ ലഭിക്കുകയും ഫ്യൂരിഡാൻ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തിച്ചേരാൻ ഉള്ള സാധ്യത അല്ലെങ്കിൽ എത്തിച്ചേരാൻ ഇടയാക്കുകയും ചെയ്യും. നമ്മുടെ സിസ്റ്റത്തിലും എല്ലായിടത്തും എത്തിച്ചേരും. കാർബോഫ്യൂറാൻ ആൾസോ ഹാസ് കോണ്ടാക്ട് ആക്ടിവിറ്റി അഗൈൻസ്റ്റ് പെസ്റ്റ്. കോണ്ടാക്ട് ആക്ടിവിറ്റിയാണ്, അതായത് ഇലയിലോ മുള്ളിലോ തണ്ടിലോ എവിടെയെങ്കിലും ചെന്ന് ഇരുന്ന് അത് കടിച്ചാലുടൻ, അല്ലെങ്കിൽ ഇല കടിച്ചാലോ ഇല തിന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പെസ്റ്റ് എന്നല്ലെങ്കിൽ കീടം നശിച്ചു പോകും. കാരണം ഒരു ചെടിയുടെ എല്ലാ ശരീരഭാഗത്തും ഈ പെസ്റ്റിസൈഡിന്റെ സാന്നിധ്യം ഉണ്ടാകും. കാർബോഫ്യൂറാൻ ഹാസ് one of the highest acute toxic to humans of any insecticide widely used on field crops. ഇനി ലോകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻസെക്ടിസൈഡിൽ ഏറ്റവും കൂടുതൽ മാരകശേഷിയുള്ള വിഭാഗത്തിൽ തന്നെയാണ് കാർബോഫ്യൂറാൻ അല്ലെങ്കിൽ ഫ്യൂരിഡാനും പെടുത്തിയിരിക്കുന്നത്. അക്യൂട്ട് ടോക്സിക് ടു ഹ്യൂമൻ, മനുഷ്യന് അക്യൂട്ട് ടോക്സിക് എന്ന വിഭാഗത്തിലാണ് ടോക്സിസിറ്റി സ്റ്റഡി നടന്നത്. നോർമൽ, അതായത് ഏറ്റവും കുറഞ്ഞത്, അല്പം കൂടിയത്, ഏറ്റവും കൂടിയത് എന്നിങ്ങനെയാണ് മലയാളത്തിൽ അത് പറയുക. അതായത് നോർമലായിട്ടുള്ളത്, ഹാംഫുൾ ആയിട്ടുള്ളത്, അക്യൂട്ടായിട്ടുള്ളത്. അക്യൂട്ട് ടോക്സിറ്റി ഉണ്ടാക്കുന്ന ഒരു പെസ്റ്റിസൈഡാണ് ഫ്യൂരിഡാൻ എന്ന് പറയുന്നത്. കാർബോഫ്യൂറാൻ ഈസ് നോൺ ടു ബി പർട്ടിക്കുലർലി ടോക്സിക് ടു ബേർഡ്സ്. ബേർഡ്സിന് ടോക്സിക് ആണെന്ന് ഒരുപാട് തവണ തെളിയിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗ്രാനുലാർ ഫോം. എ സിംഗിൾ ഗ്രെയിൻ വിൽ കിൽ എ ബേർഡ്. അത് തരിതരി പോലെയാണ് ഇരിക്കുക. അപ്പോൾ ഈ തരിതരി പോലെ ഇരിക്കുന്ന ഒരു സാധനം ഒരെണ്ണം തിന്നാൻ തന്നെ ഒരു പക്ഷി മരിച്ചു പോകും. ബേർഡ്സ് ഓഫൻ ഈറ്റ് ന്യൂമറസ് ഗ്രെയിൻസ് ഓഫ് പെസ്റ്റിസൈഡ് മിസ്റ്റേക്കിംഗ് ദം ഫോർ സീഡ്സ് ആൻഡ് ദെൻ ഡൈ ഷോർട്ട്ലി thereafter. ഈ പെസ്റ്റിസൈഡ് തരി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ചെടികളുടെ വിത്താണെന്ന് കരുതി പക്ഷികൾ കഴിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള വിഭാഗത്തിലാണ് കാർബോഫ്യൂറാൻ അല്ലെങ്കിൽ ഫ്യൂരിഡാൻ പെടുത്തിയിരിക്കുന്നത്. കാർബോഫ്യൂറാൻ ഈസ് ആൻ എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ ആൻഡ് പ്രോബബിൾ റീപ്രൊഡക്ഷൻ ഡെവലപ്മെന്റ് ഇൻടോക്സിക്കൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർബോഫ്യൂറാൻ വിഭാഗത്തിൽ വരുന്ന ഈ പെസ്റ്റിസൈഡ്, നമ്മൾ എൻഡോസൾഫാൻ ഒരു എൻഡോക്രൈൻ ഡിസ്റപ്റ്ററാണ്, DDT ഒരു എൻഡോക്രൈൻ ഡിസ്റപ്റ്ററാണ്. അതുപോലെ തന്നെ കാർബോഫ്യൂറാനും എൻഡോക്രൈൻ ഡിസ്റപ്റ്റർ വിഭാഗത്തിലാണ് വരുന്നത്. ഡെവലപ്മെന്റ് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്, പ്രത്യേകിച്ച് അന്തസ്രാവി ഗ്രന്ഥി, അതായത് എൻഡോക്രൈൻ
ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. അറ്റ് ലോ ലെവൽ എക്സ്പോഷർ കാർബോഫ്യൂറൻ മേ കോസ് ട്രാൻസിയന്റ് ഓൾട്ടറേഷൻ ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഹോർമോൺസ്. ചെറിയ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വാഴപ്പഴം കഴിക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം വാഴപ്പഴം കഴിക്കുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ടോക്സിക്കൻ്റ് അല്ലെങ്കിൽ ഈ ഫ്യൂരിഡൻ നമ്മുടെ അതിൽ നിന്ന് പോലും ലഭിക്കുന്ന ഫ്യൂരിഡൻ പോലും നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും, തകരാറില്ലെങ്കിൽ മോശമായി ബാധിക്കും. These alterations may consequently leads to serious reproductive problems following repeated exposure. ഇങ്ങനെ വളരെ ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു പോകുന്ന അല്ലെങ്കിൽ കടന്നുകൂടുന്ന എൻഡോസൾഫാൻ കുറച്ച് ദീർഘകാലം കഴിയുമ്പോഴേക്കും റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് പ്രോബ്ലം അല്ല നമ്മുടെ ശരിക്ക് പറഞ്ഞാൽ പ്രത്യുൽപാദന പ്രവർത്തനത്തെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെ തകരാറിലാക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കുകയോ ചെയ്യും കാർബോഫ്യൂറാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്യൂരിഡൻ എന്ന് പറയുന്ന ഈ മാരകമായ വിഷം. ദെൻ ഇൻസെക്ട് റിപ്പലൻസ്. ഇൻസെക്റ്റിനെ തുരത്തുന്ന റിപ്പലൻസ് വളരെ നമ്മൾ പരസ്യം ടി വിയിലൊക്കെ ധാരാളം പരസ്യമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. ആൻ ഇൻസെക്ട് റിപ്പലന്റ് ഓൾസോ കോമൺലി നോൺ ആസ് ബഗ് സ്പ്രേ is a substance applied to skin, clothing or other surfaces which discourages insects and arthropods in general from landing or climbing on that surface. നമ്മൾ അപ്പോൾ നമ്മുടെ സർഫസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്തേക്കോ ബെഡ്ഷീറ്റിലോ അല്ലെങ്കിൽ ഷീറ്റുകളിലോ കർട്ടനുകളിലോ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിലോ ഒക്കെ അല്ലെങ്കിൽ വാഷ് ബേസിൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പാറ്റ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻസെക്റ്റുകൾ വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെയാണ് ഇൻസെക്ട് റിപ്പലൻസ് എന്ന് പറയുക. ഇൻസെക്ട് റിപ്പലൻസ് ഹെൽപ്പ് ടു പ്രിവെന്റ് ആൻഡ് കൺട്രോൾ ദ ഔട്ട്ബ്രേക്ക് ഓഫ് ഇൻസെക്ട് ബോൺ അതർ ആർത്രോപോഡ് ഡിസീസസ്. ഇൻസെക്ട് ബോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ പാറ്റ പരത്തുന്നതോ കൊതുക് പരത്തുന്ന പോലെയുള്ള അസുഖങ്ങൾ പരത്താതിരിക്കാൻ അല്ലെങ്കിൽ പകരാതിരിക്കാനായിട്ട് ഇൻസെക്ട് റിപ്പലൻസ് സഹായിക്കാറുണ്ട്. സം ഇൻസെക്ട് റിപ്പലൻസ് ആർ ഇൻസെക്ടിസൈഡ്സ്, ബഗ് കില്ലേഴ്സ്, but most simply discourage insect and send them flying on or crawling away. ചില ഇൻസെക്ട് റിപ്പല്ലന്റുകൾ ഇൻസെക്ടിസൈഡായിട്ട് ബഗ്ഗുകളെ കൊല്ലുന്ന അല്ലെങ്കിൽ മുട്ട പോലെയുള്ള ജീവികളെ കൊല്ലുന്നതിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൂടുതലും ഇൻസെക്റ്റിനെ ഡിസ്കറേജ് അല്ലെങ്കിൽ ഇൻസെക്റ്റിനെ വരാതിരിക്കാനായിട്ട് ഉള്ള റിപ്പല്ലൻ്റായിട്ടാണ് ഉപയോഗിക്കുക. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദാർത്ഥമാണ് DEET എന്ന് പറയുന്നത്. NN ഡൈ ഇഥൈൽ മെറ്റാ ടൊളുമൈഡ് എന്നതാണ് DETയുടെ പൂർണ്ണരൂപം. ആൾസോ കാൾഡ് DET ഓർ ഡൈ എത്തിലോ ടൊളുഅമൈഡ് is the most common active ingredient in insect repellents. പ്രാണികളെ ഓടിക്കുന്നതിൽ അല്ലെങ്കിൽ തുരത്തുന്നതിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് DEET എന്നുള്ളതാണ്. NN ഡൈ ഇഥൈൽ മെറ്റാ ടൊളുഅമൈഡ് എന്നുള്ളതാണ് അതിൻ്റെ പൂർണ്ണ രൂപം. It is slightly yellow oil intended to be applied to the skin or clothing and provides protection against mosquitoes, ticks, fleas, chiggers, leeches and many biting insects. അപ്പോൾ നമ്മൾ കടിക്കുന്നതും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഈ പ്രാണികളെ തുരത്തുന്നതിനായിട്ട് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന റിപ്പല്ലന്റുകൾ എന്ന് പറയുന്നത് DET എന്നുള്ളതാണ്. അപ്പോൾ DET 1 മാർക്ക് ചോദ്യം ചോദിക്കാം. എന്താണ് വാട്ട് ഈസ് DET അല്ലെങ്കിൽ DEET എന്ന് തന്നെ ഷോർട്ട് ഫോമിൽ അത് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഇൻസെക്ട് റിപ്പല്ലന്റ് സ്പ്രേയിലോ അല്ലെങ്കിൽ സൊല്യൂഷനിലോ അടങ്ങിയിരിക്കുന്ന ഇൻസെക്ട് റിപ്പല്ലന്റുകളാണ് DET എന്ന് പറയുന്നത്. ഇത് അല്പം ദീർഘമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഞാൻ അതിനകത്ത് അല്പം ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് 4 മാർക്ക് ചോദ്യം ചോദിക്കാം. നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, പലതരത്തിലുള്ള ലോ ലെവൽ, ഇൻ്റർമീഡിയറ്റ്, ഹൈ ലെവൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ, ഇത് രണ്ടും 4 മാർക്ക് ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായിട്ടും ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.